ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം എൻട്രിയുള്ള വയനാട്ടിലെ മണിക്കുന്ന് മലയിലേക്കാണ് കേട്ടോ. ഈ കാണുന്നതാണ് തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നടന്നിട്ട്, ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ വെക്കുക. അപ്പോൾ ഇവിടുന്ന് നടന്നിട്ടാണ് നമ്മൾ മണിക്കുന്ന് മലയിലേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ വരെ നമുക്ക് ഇതേപോലെ കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളൂട്ട നടന്നിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ്, മണിക്കുന്ന് മലയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് മൊത്തം കാപ്പി മരം കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ വരുന്ന സൈഡ് കണ്ട കോൺക്രീറ്റ് ചെയ്താ. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നല്ല കുത്തനെയുള്ള കയറ്റാട്ടാ. കണ്ടോ, സ്ലിപ്പാകാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേങ്കിൽ ഇപ്പം പാറപ്പുറത്ത് വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര കയറ്റാട്ടാ. കുറച്ച് വെള്ളമെല്ലാം എടുത്തിട്ട് വരുന്ന നല്ലത്. ഇവിടെ നോക്കുമ്പോൾ വ്യൂ കണ്ട അടിപൊളിയാട്ടാ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ, ചെത്തിക്കോരിയിട്ടൊക്കെ. ഇവിടെ വലിയ പാറയുണ്ട് കേട്ടോ. വയനാട്ടിലെ തൃക്കൈപ്പറ്റ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന മണിക്കുന്നുമല. ഐതിഹ്യം, ഈ മലയിൽ മനു മഹർഷി തപസ്സനുഷ്ഠിച്ചു പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൃക്കൈപ്പറ്റ ശിവക്ഷേത്രത്തിൽ തുടങ്ങി മണിക്കുന്നുമല കയറി തിരികെ ക്ഷേത്രത്തിൽ അവസാനിക്കുന്ന ഈ പാതയ്ക്ക് 18 കാവുകളുടെ മൂലസ്ഥാനവുമായി ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തീർത്ഥാടകർ ജില്ലയിൽ നിന്ന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു മണിക്കുന്ന് മലയിലേക്ക് നമുക്ക് കയറി വരാൻ ഏകദേശം താഴേന്ന് ടോപ്പ് വരെ ഒരു 3 മണിക്കൂർ പിടിക്കും. അപ്പോൾ ഗൈസ്, നമുക്കിത് അതിൻ്റെ മുകളിലെത്തണം കേട്ടോ. ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞാൻ സൂമാക്കി കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കണ്ട നല്ല വേലായി കേട്ടാ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ചെരിവേ ഉള്ളൂ. പക്ഷേ നമുക്കതിൻ്റെ മുകളിലെത്തണം. അപ്പോൾ ഈ മലേൻ്റെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളവും അതുപോലെ തന്നെ എന്തെങ്കിലും കഴിക്കാനുള്ള എടുത്തിട്ട് വരണം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ വ്യൂ അടിപൊളി, ഒരു രക്ഷയില്ല. എന്നാ അപ്പോൾ വർഷത്തിൽ ഒരു തവണ മാത്രം ഈയൊരു മലേൻ്റെ മുകളിൽ ഉത്സവം നടക്കുന്നുണ്ട്. അത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ മണിക്കുന്നുമല എന്ന് പറയുന്ന ഈയൊരു മലയിൽ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ നമുക്കിവിടെ എൻട്രി ഉള്ളൂ. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇവിടെ ആൾക്കാർ എത്തിച്ചേരുന്നത്. അപ്പോൾ പുലർച്ചെ ഒരു 3 മണിക്കെല്ലാം ആൾക്കാർ ഈ ഒരു മല കയറി തുടങ്ങും കേട്ടോ. കാരണം നല്ല വേലായി കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുലർച്ചയ്ക്ക് കയറുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കുടിവെള്ളം എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഈ ഒരു മല കയറാൻ കുറച്ച് സ്റ്റാമിനയൊക്കെ വേണം കേട്ടോ. കാരണം ശരിക്കും ഒരു കുത്തനെയുള്ളൊരു മല തന്നെയാണ്. അപ്പോൾ നല്ല പ്രായമായ ആൾക്കാർ വരെ ഈ ഒരു മല കയറുന്നുണ്ട്. എന്നെ അതിശയപ്പെടുത്തിയ പല
എന്താ പറയണ്ടേ, ഒരുപാട് പ്രായമുള്ള ആൾക്കാരെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു എന്താ പറയുക, ഒരു അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു മല ഞാൻ മുകളിലേക്ക് കയറി വരുമ്പം തന്നെ ഞാൻ നല്ല ക്ഷീണം പിടിച്ചിരുന്നു. അതുകൊണ്ട് നല്ല സ്റ്റാമിന വേണം ഈ ഒരു മല കയറാൻ കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ വടിയൊക്കെ കുത്തിയിട്ടാണ് ഈ ഒരു മല കയറിയത്. അപ്പം നമുക്ക് ഇവിടത്തേക്ക് 2 വഴികളുണ്ട് കേട്ടോ. ഒന്ന് കോട്ടവേൽ എന്ന് പറഞ്ഞ ഒരു വഴിയുണ്ട്, ഒന്ന് പിന്നെ രണ്ടാമത് നമ്മൾ വന്ന തൃക്കൈപ്പറ്റ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പോൾ 2 വഴിയിലൂടെ നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ഒരു മലേൻ്റെ മുകളിൽ കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇല്ലേ, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അതിരാവിലെയുള്ള വ്യൂ ഒരു രക്ഷയുമില്ല, പൊളി.